നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ത്രിശങ്കു സ്വർഗം. ഇതിനു പിന്നിലും ഒരു കഥയുണ്ട്. സൂര്യവംശ രാജകുമാരനായ സോമവ്രതന് ശാപം നിമിത്തം ത്രിശങ്കു എന്ന് പേര് വന്നു. നമ്മുടെ ത്രിശങ്കുവിന് ഉടലോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതിനായി വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തെത്തി. വിശ്വാമിത്ര മഹർഷി തൻ്റെ തപശക്തി കൊണ്ട് ത്രിശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തി. പക്ഷേ ഈ കാര്യം സ്വർഗത്തിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ സ്വർഗത്തിൽ നിന്ന് ത്രിശങ്കുവിനെ പുറത്താക്കി. സ്വർഗത്തിലെ നിയമം ആത്മാവിന് മാത്രം പ്രവേശനമെന്നാണ്. എന്നാൽ ത്രിശങ്കു ചെന്നത് ശരീരത്തോടെയാണ്. തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ത്രിശങ്കുവിനെ വിശ്വാമിത്രൻ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ സാങ്കല്പികമായ സ്വർഗം നിർമ്മിച്ച് അവിടെ ഇരുത്തി. ഇതിനെയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. ഇന്നും തലകീഴായി വന്ന ത്രിശങ്കു ഒരു നക്ഷത്രം പോലെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് സങ്കല്പം.